100 വയസ്സിന് മേൽ ആയുസ്സോടെയും അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യത്തോടെയും ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികളെക്കുറിച്ചും അവരുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോ പറയുന്നത്. ഇത് ഭൂമിയിലെ 5 സ്ഥലങ്ങൾ 5 ഏരിയാസാണ് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ ബ്ലൂ സോൺസ് എന്നറിയപ്പെടുന്നു. അതായത് 5 സ്ഥലങ്ങളിലെ ആൾക്കാർ വളരെ ആയുസ്സോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നത് കണ്ടിട്ട് നാഷണൽ ജോഗ്രഫിക് ചാനൽ മെഡിക്കൽ റിസർച്ച് അവിടെ നടത്തുകയുണ്ടായി. മിസ്റ്റർ ഡാൻ വീഡ്നർ പുള്ളിയുടെ നേതൃത്വത്തിൽ. ആ റിസർച്ചിൽ പൊതുവായി അവിടെ കാണപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആയുസ്സും ആരോഗ്യം കിട്ടിയത്. അപ്പോൾ മുൻകാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളെയും ഇത് പൊളിച്ചെഴുതി. നമ്മളെ വിശ്വസിച്ച് ജനറ്റിക്കാണ്, നമ്മുടെ ജീനിൻ്റെ അല്ലെങ്കിൽ തലമുറയാണ്, നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നും കിട്ടിയതാണത് എന്നുള്ളത് മാറ്റി എഴുതപ്പെട്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രകൃതിയുടെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളതെന്നുള്ളത്. കാര്യം ഇത് ഭൂമിയിലെ 5 വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് ഇത് കണ്ടത്. അപ്പോൾ ഇവരതിനെ മാപ്പിൽ ഒരു നീല മഷി കൊണ്ട് മാർക്ക് ചെയ്യുകയും അങ്ങനെ ബ്ലൂ സോൺസ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. സ്ഥലങ്ങൾ ഒന്ന് ഒക്കിനാവ, നമുക്കെല്ലാവർക്കും അറിയാം ജപ്പാനിലെ ഒക്കിനാവ ദ്വീപ് ലോകത്തിലെ ഏറ്റവും ആയുസ്സും ആരോഗ്യമുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതാണ്. പിന്നെ ഒന്ന് സർഡീനിയ, ഇറ്റലിയിലെ ഒരു സ്ഥലമാണ്. പിന്നെ ലോമാ ലിൻഡ, കാലിഫോർണിയയിലെ. പൊതുവായി കണ്ടെത്തിയ ഇവരുടെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമുക്കൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഹാര രീതികളാണ്. ഇവർ വയറ് പൂർണ്ണമായി നിറയുന്നത് വരെ ആഹാരം കഴിക്കില്ല. ഏകദേശം 80% നിറയുന്നതോടുകൂടി അവർ ആഹാരം നിർത്തും. രണ്ടാമത്തെ കാര്യം, അവരുടെ ചുറ്റുവട്ടത്ത് നിന്ന് തന്നെയാണ് അവർ ആഹാരം കണ്ടെത്തുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ ആഹാരം നമ്മൾ കഴിക്കാറില്ല, അതിന് പകരം പ്രോസസ്ഡ് ഫുഡ്സാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ പറയേണ്ടതാണ്, ഇവരാരും പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കാറില്ല. സസ്യാഹാരമാണ് അവർ കൂടുതലും കഴിക്കുന്നത്. അതുപോലെ തന്നെ ബീൻസ്, പലതരം ബീൻസ് അവർ കഴിക്കാറുണ്ട്. പിന്നെ നട്ട്സ്, ഒരുപാട് നട്ട്സ് അവർ കഴിക്കാറുണ്ട്. മീറ്റ്, മാംസാഹാരം വളരെ കുറവാണ് അവർ കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സും അവർ ധാരാളം കഴിക്കുന്നുണ്ട്. ധാരാളം എന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വയറ് നിറയുന്നത് വരെ അവർ കഴിക്കാറില്ല. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഗ്രീൻ ടീ, അതുപോലെ തന്നെ പലതരം ഫ്രൂട്ട്സ്, ബെറീസ്, ഇതൊക്കെ അവർ ധാരാളം കഴിക്കും. വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം കഴിക്കും. ഇനി അവരുടെ ഫുഡിൻ്റെ കലോറിഫിക് വാല്യൂ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അവർ വർക്ക് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്. രാത്രിയിലെ ആഹാരം വളരെ കുറവുമാണ്. മാത്രവുമല്ല ഈ 5 റീജിയനിലുള്ളവരും വളരെ നേരത്തെ ആഹാരം കഴിക്കുന്നു. ഞാനും ഇവിടെ ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ നല്ല ഈ പറഞ്ഞ ഇതൊക്കെയുള്ള 90 വയസ്സിന് മേൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, അവർ വളരെ നേരത്തെ ആഹാരം കഴിക്കും. ഒരു 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ളിൽ ആഹാരം കഴിക്കുകയും അത് വളരെ കുറവുമായിരിക്കും. ആഹാരം കഴിക്കുന്നത് ഗ്രൂപ്പായി ഇരുന്നിട്ടാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല. അവർ ഒരുമിച്ച് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ചേർന്ന് ഇരുന്നിട്ടാണ് അവർ ആഹാരം കഴിക്കുന്നത്. വ്യായാമത്തിൻ്റെ കാര്യം പരിശോധിക്കാം. അവർ പ്രത്യേകിച്ച് അവർക്ക് ജിംനേഷ്യങ്ങളോ ഒന്നുമില്ല, അവർ വ്യായാമം ചെയ്യാറില്ല. ദേ മൂവ് നാച്ചുറലി എന്നാണ് അദ്ദേഹം ഡാൻ വീഡ്നർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ പലതും കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ്. അവർക്ക് ഫാമേഴ്സാണ് കൂടുതലും. അവർക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഈ മലഞ്ചെരുവിലൂടെ പ്രകൃതിയാലുള്ള ഫങ്ഷണൽ മൂവ്മെൻറ്റ്സ് ആണ് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യായാമത്തിൻ്റെ ആവശ്യം അവർക്കില്ല. പ്രത്യേകിച്ച് ഈ റിസർച്ച് പറയുന്നുണ്ട്, നമ്മെപ്പോലെ തന്നെ അവർക്കും സ്ട്രെസ്സുണ്ട്. പക്ഷേ അവർ കൂട്ടായ്മകളിലൂടെ, ഫാമിലിയുടെ ബലത്തിലൂടെ, അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെ, ഈ സ്ഥലത്തിലുള്ള എല്ലാ ആൾക്കാരും തന്നെ എന്തെങ്കിലും ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ ചില ആൾക്കാരെ ഡാൻസിലും പാട്ടിലും ഉള്ള ഹാപ്പി സൺഡേസ് അങ്ങനെ അവർ പോകുന്നുണ്ട്. അങ്ങനെ അവരെ സ്ട്രെസ് ഫ്രീ ആകുവാൻ ശ്രമിക്കുന്നു. അല്ലാതെ അവർക്ക് സ്ട്രെസ് ഇല്ല എന്നൊന്നും അർത്ഥമില്ല. അവർ സ്ട്രെസ് ഫ്രീ ആകുവാൻ പോകുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഒരിക്കലെങ്കിലും അവരവരുടെ ആൻസസ്റ്റേഴ്സിനെ, അവരുടെ മരിച്ചുപോയ ആൾക്കാരെ സ്മരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു തലമുറകളായിട്ടുള്ള ഒരു ബന്ധം അവർ മനസ്സിൽ സൂക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, രാവിലെ എണീക്കുമ്പോൾ അവർ ഓരോരുത്തരും തന്നെ ഒരു പർപ്പസോടു കൂടിയാണ് എണീക്കുന്നത്. അതായത് ഇന്ന് എനിക്ക് ചെയ്യേണ്ട ജോലികൾ, എൻ്റെ ജീവിതം കൊണ്ട് എനിക്കൊരു പർപ്പസ് ഈ ഭൂമിയിലുണ്ട്. പലപ്പോഴും എനിക്ക് സങ്കടം തോന്നുന്ന മറ്റൊരു കാര്യം, നമ്മൾ കുഞ്ഞുനാൾ മുതൽ സ്കൂളിലും മറ്റു സ്ഥലങ്ങളിലും കേട്ട്, നിന്നെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, നീയൊന്നും രക്ഷപ്പെടില്ല എന്ന് പലപ്പോഴും സ്കൂളിൽ നിന്ന്. ഇവിടെ അതില്ല. ഓരോ മനുഷ്യനും ഓരോ പർപ്പസ് ഈ ഭൂമിയിലുണ്ട്. അതനുസരിച്ച് അത് ഏറ്റവും ചെറിയ കുട്ടി മുതൽ 100 വയസ്സിന് മേൽ പ്രായമായുള്ള ഒരാൾ പോലും ഈ ഒരു പർപ്പസ് എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് രാവിലെ എണീക്കുന്നത്. ഇനി ഈ 5 സ്ഥലങ്ങളിലും പൊതുവായി കണ്ട മറ്റൊരു കാര്യമാണ് ഉച്ചയുറക്കം അല്ലെങ്കിൽ നാപ്പ്. അവർക്ക് ക്ഷീണം വന്നാൽ അവരൊന്ന് മയങ്ങും, അവരൊന്ന് ഉറങ്ങും ഇടയ്ക്ക് പകൽ സമയങ്ങളിൽ.
അതുപോലെ തന്നെ സീനിയേഴ്സിനെ, വയസ്സായ ആൾക്കാരെ ഇവർ വളരെയധികം ബഹുമാനിക്കുന്നു. റിട്ടയർമെൻറ്റ് എന്നൊരു പ്രായമായവരിലെ റിട്ടയർമെൻറ്റ് എന്നൊരു പരിപാടിയില്ല, പകരം റീവയറിംഗ് ആണ്. അവർക്ക് വലിയ കഠിനമായ ജോലികൾ പറ്റില്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് അവർ മാറുന്നു. റിട്ടയർമെൻറ്റ് എന്നൊരു പരിപാടിയില്ല. പിന്നെ ഈ സ്ഥലങ്ങളിൽ ഇതിൽ സെവൻത്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് ആ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കിയുള്ള 4 സ്ഥലങ്ങളിലും കണ്ടത് ഇവരെല്ലാവരും തന്നെ മദ്യപിക്കുന്നവരാണ്. ചെറിയ അളവിലും ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് ഡ്രിങ്കിങ് അവർക്കുണ്ട്. ഇതൊരു പ്രോത്സാഹനമായിട്ട് കണക്കാക്കണ്ട. അതവർ പറയുന്നത് റെഡ് വൈൻ എന്നാണ് പറയുന്നത്. വളരെ ചെറിയൊരളവിൽ മാത്രം, അതും ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ കൂട്ടുകാരൊപ്പം. ഇവർ കൂട്ടായ്മയ്ക്ക് വളരെയധികം സമയം കണ്ടെത്തുന്നു. മോർണിംഗ് വാക്കിന് പോകുന്നവരുണ്ട്. അതും ജപ്പാനിൽ ഒക്കിനാവ 5 പേര് ചേർന്ന ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് അവർ സമയം കണ്ടെത്തുന്നു. അതുവഴി അവർ സ്ട്രെസ് ഫ്രീ ആകും. അപ്പോൾ ഇതൊക്കെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പകർത്താം. പ്രോസസ്ഡ് ഫുഡിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നില്ല. ചുറ്റുവട്ടത്തുള്ള ഫുഡ് കഴിക്കും, കലോറിഫിക് വാല്യൂ കുറവുള്ള ഫുഡ് കഴിക്കും എന്നുള്ളത് നിർബന്ധമാക്കുക. വ്യായാമത്തിന് വരെ ഞങ്ങളെല്ലാവരും തന്നെ കടയിൽ പോകുമ്പോൾ പോലും ബൈക്കിലോ സ്കൂട്ടറിലോ ഒക്കെയാണ് പോകാറ്. നടക്കാൻ പറ്റുന്ന അവസരങ്ങൾ, ലിഫ്റ്റിൽ നോക്കി നിന്ന് എത്രത്തോളം വെയിറ്റ് ചെയ്ത് ലിഫ്റ്റിൽ കയറും ഒഴിവാക്കി നമുക്ക് സ്റ്റെപ്സ് കയറാം. നമ്മുടെ ഫുഡിൻ്റെ കലോറിഫിക് വാല്യൂ ശ്രദ്ധിക്കാം. അതുപോലെ ഉറങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ, ഉച്ചമയക്കത്തിന് സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കൂട്ടായ്മകളിലൂടെ ഫാമിലി മെമ്പേഴ്സ് വഴിയും നല്ല കൂട്ടുകാരോടൊപ്പവും ചേർന്ന് അത് സമയം ചെലവഴിച്ചും നമുക്ക് സ്ട്രെസ് ഫ്രീ ആകാം. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിൽ പങ്കെടുത്തിട്ട് നമുക്ക് സ്ട്രെസ്സ് അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും എന്നാണ് ഇത് കാണിക്കുന്നത്. വ്യത്യസ്ത ഭൂപ്രദേശം, വ്യത്യസ്ത ജനിതക ഘടന, ഇവർക്കിങ്ങനെ സാധിക്കാമെങ്കിൽ മറ്റുള്ളവർക്കും ഇത് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതുന്നു. വീഡിയോ ഇവിടെ പൂർണ്ണമാണ്.